MG സർവകലാശാല പഠന ബോർഡുകളിലും പിടിമുറുക്കി ഗവർണർ. ബോർഡ് ഓഫ് സ്റ്റഡീസ് നിയമനങ്ങളിൽ ചാൻസലറുടെ ഓഫീസ് ഇടപെട്ട യോഗ്യതയില്ലാത്ത ആളുകൾക്ക് നിയമനം നൽകി. സംഘപരിവാർ അനുകൂലികളായ അധ്യാപകരെയാണ് അക്കാദമിക് കാര്യങ്ങളിൽ നിർണായകമായ പഠന ബോർഡുകളിൽ ഉൾപ്പെടുത്തിയത്. പട്ടികയ്ക്ക് അംഗീകാരം നൽകരുതെന്ന സിൻഡിക്കേറ്റ് ആവശ്യം ഗവർണർ തള്ളി. സെനറ്റ് പുനഃസംഘടനയിലും വിഷയവിദഗ്ധരുടെ നിയമനങ്ങളിലും പിടിമുറുക്കിയതിന് പിന്നാലെയാണ് ബോർഡ് ഓഫ് സ്റ്റഡീസ് നിയമനങ്ങളിലും ഗവർണറുടെ ഇടപെടൽ. MG സർവകലാശാലയെ പൂർണ്ണമായും കാവ്യവൽക്കരിക്കുവാനാണ് ചാൻസലർ കൂടിയായ ഗവർണറുടെ നീക്കം. MG സർവകലാശാലയിലെ 54 പഠന ബോർഡുകളിൽ 20-ലധികം ബോർഡുകളിൽ സംഘപരിവാർ അനുകൂലികളെ ഉൾപ്പെടുത്തിയാണ് ഗവർണറുടെ രാഷ്ട്രീയ ഇടപെടൽ. അഫിലിയേറ്റഡ് കോളേജ്, സർവകലാശാല, പഠന വകുപ്പ് എന്നിവിടങ്ങളിലെ മേധാവിമാരെ പഠന ബോർഡുകളുടെ ചെയർമാനാക്കണമെന്ന ചട്ടം കാറ്റിൽ പറത്തി. സംസ്കൃതം, സുവോളജി, ഹിസ്റ്ററി, സോഷ്യൽ വർക്ക്, ഗണിതം തുടങ്ങിയ വിഷയങ്ങളിൽ ഇതിന് വിരുദ്ധമായി വകുപ്പ് മേധാവികളല്ലാത്തവർക്ക് നിയമനം നൽകി. കീഴ്വഴക്കം മറികടന്ന് സർവകലാശാലയ്ക്ക് പുറത്തു ജോലി ചെയ്യുന്ന അധ്യാപകരെ സംഗീതം, നിയമം, ഇസ്ലാമിക് ഹിസ്റ്ററി, പെർഫോമിംഗ് ആർട്സ് പോലുള്ള വിഷയങ്ങളിൽ ബോർഡ് ചെയർമാൻമാർ ആക്കുകയും ചെയ്തു. ഓട്ടോണമസ് കോളേജിലെ അധ്യാപകർക്കും നിയമനം ലഭിച്ചു. സിലബസ് അംഗീകാരം അടക്കമുള്ള വിഷയങ്ങളിൽ ഇവരുടെ അനാവശ്യ ഇടപെടൽ ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് അക്കാദമിക് സമൂഹം. സിൻഡിക്കേറ്റ് എതിർപ്പ് മറികടന്നാണ് ഗവർണറും VCയും നിയമനങ്ങൾ നടത്തിയതെന്ന് ഇടത് അധ്യാപക സംഘടനകൾ ആരോപിക്കുന്നു. സർവകലാശാല ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും അനുസരിച്ചുകൊണ്ട് അക്കാദമിക് യോഗ്യതകൾ തന്നെ മാനദണ്ഡമാക്കി വെച്ചുകൊണ്ട് തയ്യാറാക്കി കൊടുത്ത ലിസ്റ്റ് ചാൻസലർ അത് അട്ടിമറിച്ചുകൊണ്ട് സംഘപരിവാറിന്റെ രാഷ്ട്രീയം അനുസരിച്ചുകൊണ്ടുള്ള ആളുകളെ കുത്തിനിറച്ചുകൊണ്ടുള്ള ലിസ്റ്റ് ഇങ്ങോട്ടേക്ക് ഇറക്കുകയായിരുന്നു. അതേസമയം ഗവർണറുടെ നടപടികൾക്ക് ഇടത് സിൻഡിക്കേറ്റ് ഒത്താശ ചെയ്തതായി കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനകളും പ്രതികരിച്ചു. ഇടതുപക്ഷം ഇതിനെ കണ്ടത് ഇടതുപക്ഷ അനുകൂലികളെ കുത്തിനിറയ്ക്കുന്ന, വിദ്യാഭ്യാസത്തെ ചുമപ്പുവൽക്കരിക്കുന്ന ഒരു പരിപാടിയായിട്ട് മാറ്റുവാനാണ്. അപ്പോൾ പ്രാഥമികമായിട്ട് തന്നെ ലിസ്റ്റ് തയ്യാറാക്കിയതിൽ പിശക് വന്നു. മീഡിയ 1 കോട്ടയം.